ബ്രാൻഡ് സ്പോർട്സ് പ്രസൻസ് ദ സ്റ്റാർ വിത്ത് അജിത് നാരായണൻ. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെയുള്ളത് കാസർഗോഡൻ കബഡിയിൽ ഒരു ഇളം പുഞ്ചിരിയിൽ എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന പോരാളി. കായിക കളത്തിൽ ഇറങ്ങിയാൽ പിന്നെ കോർണറിന്റെ മികവും ഒപ്പം റൈഡിന്റെ മികവും കാട്ടി വിക്ടറി പള്ളത്തിന് നിരവധി വിക്ടറികൾ സമ്മാനിച്ച സായ് പള്ളം. ഹായ്. അപ്പോൾ സായിയുടെ പല വിശേഷങ്ങളും നിങ്ങൾക്ക് അറിയാനുണ്ട്. കളിയിടത്ത് കളിച്ചു പോകുന്നതിന് ഉപരി എന്തൊക്കെയാണ് സായി എവിടെയാണ്, സായിയുടെ വീട് എവിടെയാണ്, സായിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്, സായി എന്ത് ചെയ്യുന്നു തുടങ്ങിയ പല ചോദ്യങ്ങൾക്കും ഉത്തരവുമായിട്ടാണ് ഇന്ന് സായും ഞാനും നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത്. സോ സായ്, വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മ, അച്ഛൻ, ചേച്ചി, ചേച്ചിയുടെ കുഞ്ഞ്. ഓക്കെ. പിന്നെ സായി ഇപ്പം എന്താ ചെയ്യുന്നത് ശരിക്കും? പഠിത്തം കഴിഞ്ഞു. എന്താ പഠിച്ചത്? ഷിപ്പിന്റെ ട്രെയിനിങ്. ഓക്കെ, ഡിഗ്രി കഴിഞ്ഞു, ഷിപ്പിന്റെ ട്രെയിനിങ്ങിന് പോയി. അതിന് ശേഷം ഇപ്പം ഷിപ്പിനായിട്ട് കാത്തിരിക്കുകയാണ് അല്ലേ? അടുത്ത ഷിപ്പിന്റെ വിളിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ഈ സ്പോർട്സിലേക്ക് വന്നതുകൊണ്ട് സ്റ്റേറ്റ് കളിച്ചില്ലേ? സ്റ്റേറ്റ് കളിച്ചു, യൂണിവേഴ്സിറ്റി കളിച്ചില്ലേ? അതില് പിന്നെ ഇനി കളിയുടെ തന്നെ കരിയറിലേക്ക് പോയില്ല? അതൊരിക്കൽ മെഡിക്കൽ ഔട്ടായി, കണ്ണിന് കാഴ്ച കുറവായിട്ട്. ഏതില്? ഈ കളിയുടെ ആർമി. ഓക്കെ, ആർമിയിൽ പോയ സമയത്ത് കണ്ണിന്റെ പ്രശ്നത്തിൽ മെഡിക്കലിൽ നിന്ന് ഔട്ടായി. പിന്നീട് രണ്ടാമതൊരു ശ്രമം നടത്തിയില്ല? പിന്നെ പോയി, പക്ഷെ ഗെയിമിൽ കിട്ടിയില്ല. ഫസ്റ്റ് കളിക്കണം, കളി പാസ്സാണ്. അതിൽ ഗെയിമിൽ പിന്നെ കിട്ടാത്തതുകൊണ്ട് പിന്നീട് അത് ഡ്രോപ്പ് ചെയ്തെന്നാണോ? അതെ. ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ തൽക്കാലം ആള് ഷിപ്പിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ കാസർഗോഡൻ കബഡിയിൽ എന്നും തിളക്കമാർന്ന പോരാട്ടം കാഴ്ചവെക്കുന്നതോടൊപ്പം തന്നെ സായിക്കുള്ള മറ്റൊരു പ്രത്യേകത എന്ത് പറഞ്ഞാൽ എപ്പോഴും ഈ ചിരി സായിയുടെ കൂടപ്പിറപ്പാണ് അല്ലേ സായി? സോ സായി ഉള്ളത് വിക്ടറി പള്ളത്തിലാണ്. പള്ളം എന്ന് പറഞ്ഞാൽ കാസർഗോഡ് ജില്ലയിലെ പാലക്കുന്നിന് അടുത്തായി ചേർന്ന് നിൽക്കുന്ന ഇടമാണ് പള്ളം. പള്ളത്തിൽ നിന്നും ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്ററിനകത്ത് വന്നാൽ സായിയുടെ വീട്ടിലേക്ക് എത്താം. ഇതാണ് സായിയുടെ വീട്. നിങ്ങളെ കുട്ടിയുണ്ട് ഒരാൾ. എന്താ അവന്റെ പേര്? സായി കൃഷ്ണ. അവനും മോനും സായി ആയിരിക്കും. നിന്റെ ഫുൾ പേരെന്താ? സായിയുടെ ഫുൾ പേരെന്തായിരുന്നു? സായി ശരത്. ഓക്കെ, സായിയുടെ ഫുൾ നെയിം സായി ശരത്താണ്. സായി ശരത്ത് എന്നുള്ളത് ക്ലോസ് ഫ്രണ്ട്സിന് മാത്രമല്ലേ സായി ശരത്ത് എന്നുള്ളതല്ല അറിയും. അതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് സായി ശരത്ത് എന്നുള്ളൊരു പേരുണ്ട്. സായി ഇപ്പോൾ ഒരു കരുത്തനായ ഒരു പ്ലെയർ നിന്റെ കോർട്ടിലേക്ക് വരുന്നത്, നിനക്ക് അയാളെ പിടിക്കാൻ ഭയങ്കരമായിട്ട് പ്രയാസം തോന്നിയത് ആരായിരിക്കും? ഓരോ ടീമിലും ഓരോ ആൾക്കാർ. എന്നാലും ഇപ്പോൾ ഒരു 2-3 ആൾക്കാരെ വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ അവനെ പിടിക്കണം കുറച്ച് ടാസ്ക് ആണെന്ന് തോന്നിയാരാ? കെണി, ആദർശ് കപ്പൽ. ആദർശ് കപ്പിൽ കെണി അല്ലേ? കെണി അവൻ കെണി എന്നറിയപ്പെടാൻ കാരണം എല്ലാത്തിലും കെണിയാണ് അല്ലേ? ഏറ്റവും നല്ല കളി. അപ്പൊ ഇവന്റെ എന്താ സ്പീഡും എല്ലാം കൊണ്ട് സ്കില്ല്, ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടും അല്ലോ അവൻ. അവനെ പിടിക്കാൻ കുറച്ച് ടാസ്ക് ആണല്ലേ? ചിരിക്കും. ഫസ്റ്റ് റൈഡ് വരുമ്പോ ഇങ്ങനെ ചിരി വരും. ഞാൻ വന്നു അറിയില്ല കടി എന്തെങ്കിലും പറയും, ഞാൻ കോട്ടെന്ന് പറയും, കയ്യിൽ നിന്ന് ബോണസ് കുത്തില്ല. അതിനിടക്ക് ഓരോ അപ്പൊ ശ്രമിക്കും ബോണസ് കുത്താൻ വേണ്ടി ശ്രമം നടത്തും. ആ സമയത്ത് റൈഡ് പോയാലോ പറയും. അതായത് കളിക്കിടയിൽ ആ ഒരു സുഹൃത്ത് ബന്ധം നല്ല രീതിയിൽ കീപ്പ് ചെയ്യാനും പറ്റുന്നുണ്ട് കളിയുടെ ഇടയിലാണെങ്കിലും പോലും. അപ്പോൾ ഇപ്പൊ റെയ്ഡ് പോയാൽ ഒരാൾ നിന്നെ ഡിഫെൻഡ് ചെയ്യുന്ന തോന്നുന്നാരാ ഏറ്റവും? അതായത് ഇപ്പോൾ അവൻ്റെ അടുത്ത് പോയിട്ട് ഇന്ന മാതിരി കളിച്ചാൽ മാത്രമേ രക്ഷപ്പെടാൻ പറ്റൂ, അല്ലെങ്കിൽ അവൻ എന്നെ ടാക്കിൾ ചെയ്ത് വീഴ്ത്തും. അത്തരത്തിൽ തോന്നുന്ന ഒരു താരായിരിക്കും? സാഗരേട്ടൻ കയ്യിൽ പിടിച്ച വിടൂല. രണ്ടാൾക്കും അച്ചേരിക്കടയിൽ കളിക്കുമ്പോൾ ആ ഒരു ശ്രദ്ധിച്ച് കളിക്കും, പേടിയുണ്ടാവും. അതല്ലേ, കാലിന്റെ ഒരു പിടിക്കാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടി അവർ പിടിച്ചിട്ടുണ്ടാവും, പിടിച്ച് തൂക്കി കളയും, പുറത്ത് നിൽക്കും. അതെല്ലേ, നാണക്കടവും. അതായത് ഒരു പിന്നെ ഒരു അതായത് റെയ്ഡ് നമ്മൾ തുടക്കം പോലെ കുറിക്കുന്നതിന് മുന്നേ ചില സമയത്ത് ഇവർ എടുത്തിട്ടുണ്ടാവും, അഡ്വാൻസ് വന്നിട്ട് എടുത്തിട്ടുണ്ടാവും അല്ലെ? നമ്മളൊന്ന് റെയ്ഡ് ചെയ്യാന്നുള്ളൊരു റെഡി അല്ലെ, മനസ്സൊന്ന് റെഡി ആകുന്നതിന് മുന്നേ സാഗറോ സമരോ പിടിച്ചെടുത്തിട്ടുണ്ടാവും. അവരുടെ അടുത്ത് കളിക്കൽ എപ്പോഴും സൂക്ഷിച്ച് കളിക്കണം. ഇൻവിറ്റേഷൻ കളിക്ക് ഇറങ്ങുന്ന സമയത്ത് സ്വന്തം ടീമിനല്ലാതെ മറ്റൊരു ടീമിന് ഇറങ്ങുമ്പോൾ അതിൽ ഏറ്റവും മിങ്കിളാകുന്ന ഒരാളുണ്ടാവില്ലേ? ഇപ്പോൾ കൈ ചേർത്ത് പിടിച്ചാൽ എല്ലാത്തിനും ഒക്കെ വരിക, പിടിക്കാനാണേലും എടുക്കാനാണേലും ഒക്കെ വരുന്ന അങ്ങനെ തോന്നിയൊരു താരാരാ? അഭിരാം കപ്പൽ. അതെയാ, ഭയങ്കര സപ്പോർട്ടീവായി നിൽക്കും. പണ്ട് മുതലേ ഒക്കെ കളിക്കുന്നത് ഭയങ്കര ഇഷ്ടം. അതെയാ, പണ്ട് മുതൽ നിങ്ങൾ ഒന്നിച്ച് തന്നെയാണ് ഫുൾ ടൈം. ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത് ആരെന്ന് വെച്ചാൽ ചിലപ്പോൾ അഭിരാം കപ്പലിലേക്ക് എത്തിച്ചേരും. ഓക്കെ, ആ ഒരു പിന്നെ കോംബോ ആണ് നിങ്ങൾ ഇൻവിറ്റേഷൻ കളിക്കാൻ. നിങ്ങൾ രണ്ടുപേരും ഒരു ടീമിലുണ്ട്. കൂടുതൽ അങ്ങനെ കളിച്ചിട്ടൊന്നുമില്ല, എന്നാലും എന്താ പറയല് ഭയങ്കര ഇഷ്ടം.
ഭയങ്കര ഇഷ്ടമാണ്. അതെ അല്ലേ, ഒരു നിങ്ങൾക്ക് ഒന്നിച്ച് നിൽക്കാനുള്ള ഏറ്റവും നല്ല കംഫർട്ട് തോന്നിയിട്ടുള്ള അഭിറാമിന്, അതായത് ഈ കളികൾ ഇൻവിറ്റേഷൻ കളികൾ നിന്റെ ടീം അല്ലാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അഭിറാം കൊപ്പലാണ് അല്ലേ? ടീമായിട്ട് പറയുമ്പോൾ നമ്മളെ പ്രണവെന്ന കണ്ണൻ. പ്രണവത്തെ കണ്ടത്. പള്ളത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത പള്ളത്തെ പുള്ളോസാണ്. പക്ഷെ പള്ളത്തെ പുള്ളോസ് പറഞ്ഞാല് വേറെ ലെവലാണ്. അതായത് ഇവൻ അല്ലെങ്കിൽ പള്ളത്തെ ടീമിന് കൊടുക്കുന്ന സപ്പോർട്ട്, അത് ഏതൊരു ടീമായാലും ഒരു നാട്ടിലെ ആൾക്കാർ ആ ടീമിന് എന്തായാലും സപ്പോർട്ട് കൊടുക്കും. പക്ഷെ പള്ളത്തെ പുള്ളോസിന് എന്താ പ്രത്യേകതകൾ ഏറിയുണ്ട് അല്ലേ? എന്തൊക്കെയാ? എന്താണ് ഈ പള്ളത്തെ പുള്ളോസ്? ആരാണ് ഈ പള്ളത്തെ പുള്ളോസിലുള്ളത്? നമ്മളെന്നെ. നിങ്ങൾ എന്റെയാണ് ഈ പള്ളത്തിലെ പുള്ളോസിലുള്ളത് എനിക്കറിയാം. വിക്ടറി പള്ളത്തിന്റെ നെടുന്തൂണായിട്ട് എന്നും നിലനിൽക്കുന്ന ചങ്ങാതിമാരുടെ കൂട്ടം അല്ലേ? നീ അത്രയും കഷ്ടപ്പെട്ടിട്ട് കളിച്ചിട്ട് പോയ പല കളികളെയും തിരിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ സാക്ഷിയാണ്. ഞാൻ എന്നല്ല, ഈ നമ്മളെ വീഡിയോ കാണുന്ന പലരും സാക്ഷിയാണ്. ആ സമയത്തുള്ള ഫീലിങ്സ് എങ്ങനെയായിരുന്നു? സന്തോഷം, ഒരു സന്തോഷം വരും, സങ്കടം വരും. ജയിച്ചതിന്റെ സന്തോഷം സങ്കടം വരും. പക്ഷെ നിന്റെ ഒപ്പോണന്റ് നിന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ് ആ ടീമിലുള്ളത്. നിന്റെ മാനസികാവസ്ഥ എന്താണ്? കെട്ടിപ്പിടിച്ചിട്ട് സ്വീപ്പാക്കി വിടും. അധികം ക്ലോസ് ഇല്ല അവരെ, അധികം സ്വീപ്പാക്കി വിടും അല്ലേ? അതായത് ഇപ്പോൾ നിന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ് ഓപ്പോസിറ്റ് ടീമിൽ. ഇപ്പോൾ സാധാരണ അങ്ങനെ സംഭവിക്കാറാണ്. നിന്റെ ടീംസൊക്കെ നിന്റെ ഓപ്പോസിറ്റ് ഉള്ളവരൊക്കെ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ്. ഫൈനലിൽ എത്തുന്ന സമയത്തൊക്കെ അവരെന്ത് പറയും ആ സമയത്ത് അവരോട്? സാരില്ല, പോട്ട് അടുത്തതിൽ പിടിക്കുക. അതേ വാശി വെച്ച അടുത്ത മത്സരത്തിന് ഇതുപോലെ ഇറങ്ങും. ഈ വാശി നമ്മൾ കണ്ടിന്യൂ ആയിട്ട് നമ്മളിപ്പോൾ ഓരോ മത്സരത്തിൽ നിങ്ങൾ ജയിച്ചാൽ അടുത്ത മത്സരത്തിൽ അവർ ജയിച്ചാൽ അത് പറയും അടുത്തിൽ കാണാം, അടുത്തിൽ കാണിച്ചു തരാന്നുള്ളൊരു ടോക്ക് സാധാരണ രീതിയിൽ നമ്മൾ ഫ്രണ്ട്ലി സംസാരിച്ച് മാത്രമാണ് നമ്മൾ പിന്നീട് പോകല് അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ സായി ശരത്തിന്റെ ഫാമിലി. അച്ഛൻ, അമ്മ, പെങ്ങളുടെ കുട്ടിയുണ്ട്. പെങ്ങള് ജോലിക്ക് പോയിട്ടുണ്ട്. ഓക്കെ, പെങ്ങള് ജോലിക്ക് പോയിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ എത്തുന്നുള്ളതാണ്. അച്ഛൻ്റെ പേരെന്തായിരുന്നു? ചന്ദ്രൻ. അമ്മയുടെ പേര് ശോഭന. ഓക്കെ, ചന്ദ്രനും ശോഭനയും. അപ്പം രണ്ടുപേരുടെ രണ്ടാമത്തെ മകനാണ് സായി. സായിയുടെ എല്ലാ മത്സരങ്ങളും കാണാറുണ്ടോ? സാധാരണ ലൈവ് എല്ലാം ലൈവ് ടെലികാസ്റ്റിംഗിൽ കാണുമല്ലോ. അമ്മയും കാണാറുണ്ടോ? ഫുൾ ടൈം ഏത് ഫൈനൽ വരെ മത്സരങ്ങൾ കാണും? കാണാനുള്ള ഇപ്പം മകൻ ഇത്രയും നല്ലതായിട്ട് കളിക്കുന്ന സമയത്ത് അമ്മയുടെ പ്രാർത്ഥന എപ്പോഴും മോന് വേണ്ടിട്ട് ഇവിടെ ഫുൾ ടൈം ഉണ്ടാവും അല്ലേ? അമ്മ ഇതന്നെ കളി ഫുൾ ടൈം കൊണ്ടുകൊണ്ടിരിക്കും അല്ലേ? എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട് സായി പണ്ട് എന്റെ ടീം എവിടെ എന്നുള്ളൊരു വീഡിയോ വെച്ച് അല്ലെ, ഓർമ്മയില്ല? അമ്മ സായിയുടെ അടക്കമായിട്ട് ബെഡ്റൂമിന്റെ ഇതില് അല്ലെ വാതിലിന്റെ അടുത്ത് വന്നിട്ട് ടീം എവിടെ അല്ല. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കി, കാരണം മകൻ കളിക്കുന്നുണ്ടെങ്കിൽ അച്ഛനമ്മ എന്തായാലും ഇരുന്നിട്ട് നോക്കും. അപ്പോൾ സായി പല ഇടങ്ങളിലും പോയിട്ട് നല്ല അടിപൊളി കളി കളിച്ചിട്ട് ടീമിന് വിജയം കൈവരിച്ചിട്ട് വരുന്നതാണ്. ഇൻഡിവിജ്വൽ ട്രോഫീസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ? അകത്തെല്ലാം കിട്ടുന്ന പോലെ അതേമാതിരി കളിയുമ്പോഴും നമുക്ക് സായിയുടെ കൈമെന്ന് ചില സമയത്ത് മത്സരം മിസ്സാവുന്നുണ്ട്. ജയിക്കേണ്ട കളി അത് എല്ലാം കിട്ടണമെന്നില്ലല്ലോ, അങ്ങനെ പോകുന്നുണ്ട്. ചില സമയത്ത് ഭയങ്കര പ്രഷർ ആയിരിക്കും. കാരണം ഇത്രയും വലിയ കാസർഗോഡിൽ ഏകദേശം ഒട്ടും മിക്ക സെമി ഫൈനലിൽ എത്തുന്ന ടീമൊക്കെ ഒപ്പത്തിനൊപ്പം മത്സരിക്കുന്ന ഭയങ്കര കടുകട്ടി മത്സരങ്ങൾ കാഴ്ചവെക്കുന്ന ടീമുകളാണ്. ഇപ്പൊ ഒരു സ്ഥലത്ത് പോയിട്ട് കളിച്ചിട്ട് ഇതുപോലെ തോറ്റിട്ട് വന്നാൽ സങ്കടപ്പെട്ടിരിക്കും. അങ്ങനത്തെ അവനിരിക്കുന്നില്ല നമുക്ക്. അല്ല, അത് പിന്നെ എല്ലാ ടീമും ജയിക്കൂലല്ലോ. എല്ലാ ടീമിനും ജയിക്കണം എന്നല്ലേ ആഗ്രഹം ഉണ്ടാവുള്ളൂ. തോൽവിയും ചെയ്യാനല്ല സാധാരണ. പിന്നെ നമ്മ അറിഞ്ഞിട്ട് പോകുമ്പോ ഇല്ലേ ഒരു സങ്കടം. പക്ഷെ സായിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും പറയാറുണ്ട്, സായിയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ സായി ചിരിയാണ്. അതായത് ആൾക്കാർക്കിടയിൽ സായി എപ്പോഴും ഇപ്പൊ ചില പ്ലേയേഴ്സ് ഭയങ്കര ഹാഷായിട്ട് വരുമ്പോഴും സായി അത്രയ്ക്കും ഹാഷായിട്ട് ഇടം പെരുമാറാൻ നിൽക്കില്ല. ഇപ്പൊ ഒരു പോയിന്റ് മിസ്സായെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാലും, പക്ഷെ സായി അടക്കാമാണ് എപ്പോഴും ആൾക്കാരുടെ ഞാൻ പറയാറുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് ഇങ്ങനെ വിളിക്കുമ്പോഴോ അമ്പയർ ആയിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കാനൊന്നും പാടില്ല. അതെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അക്ഷരം പ്രതി അവനെ എപ്പോഴും അംഗീകരിക്കുന്നുണ്ട്, അവൻ എപ്പോഴും ചെയ്യാറ്. നല്ല സായി വലിയ രീതിക്കുള്ള ഒരു പ്രശ്നങ്ങളിലേക്ക് സായിയുടെ വിടുന്നത് ഞാൻ കാണല്ലോ. എപ്പോഴും സായിയുടെ ഹൈലൈറ്റ്, മെയിൻ ഹൈലൈറ്റ് തന്നെ സായിയുടെ ഈ ചിരിയാണ്. ഞാൻ എപ്പോഴും വലിയ സായി ഞാൻ പറയാറുണ്ട്, സായിയുടെ നിഷ്കളങ്കമാകുന്ന ചിരിയും. ഒപ്പം ഞാൻ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, സായി ഒന്ന് പറഞ്ഞു കൊടുത്തൊരു അച്ഛൻ നമുക്ക് പറഞ്ഞ എന്താ പറയാറ് ഓർമ്മയില്ലേ? കേട്ടിട്ടുള്ളൂ. കാസർഗോഡ് ഗൗഡിയുടെ ഏറ്റവും സുന്ദര കില്ലാടി എന്ന് പറയുന്നത് ഗ്ലാമർ വെച്ചിട്ട് സായിനെ ഉപയോഗിക്കും. ഇതാണ് സായിയുടെ മരുവൻ. മരുവന്റെ പേരെന്താ? രണ്ടാളും സായി ആവാനുള്ള കാരണം എന്താ? അവരച്ഛനമ്മക്ക് സായി ഇതിന്റെ പേര്. ഞാൻ സത്യസായിബാബയുടെ അവിടെ കുട്ടുപുറത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അന്നേരമാണ് ഇവനെ പ്രഗ്നന്റ് ആണ്. അപ്പൊ ആദ്യം ഒരു പെണ്ണായിരുന്നല്ലോ, രണ്ടാമത്
ഒരാണാകുമ്പോ സായിയുടെ ഒരു ഇത് വെച്ചിട്ട് ഓക്കെ ഒരു പേരിടാന്ന് വിചാരിച്ചത്. പിന്നെ രണ്ടാമത് ആണായി. ഓക്കെ അങ്ങനെ സായി ശരത്ത് തന്നിട്ട് സായിയുള്ള ഒരു ഇത് ഓക്കെ ഓക്കെ. അതിനുശേഷം സായി ശരത്. പിന്നെ ശരത്ത് ഈ സായി ശരത്ത് എന്നുള്ള പേര് ആർക്കും അറിയില്ലായിരുന്നു. എനിക്ക് പോലും സായിക്ക് ശരത്ത് എന്നുള്ളൊരു പേരുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. സായി പള്ളം മാത്രം നമ്മള് എല്ലാവരും ഉദ്ദേശിക്കുന്നത് സായിക്ക് ശരത്ത് എന്നുണ്ടെന്ന് ഇപ്പൊ വിക്ടറി പള്ളത്തിലൊക്കെ നടക്കുന്ന ആൾക്കാർക്ക് അച്ഛനമ്മ ഫാമിലിക്ക് മാത്രമേ അറിയൂ. ഇത്തരത്തിൽ സായി ശരത്ത് എന്നുള്ളത് പുതിയൊരു അറിവാണ് അല്ലെ സായി? ശരത്ത് ഇഷ്ടമല്ല. ശരത്ത് അവര് ഇഷ്ടമല്ല. ഓക്കെ, അപ്പൊ സായി നല്ല പേരാണ്, അടിപൊളി പേരാണ് സായി. അപ്പൊ സായി അങ്ങനെ ഇട്ടത്. അന്നേരം പിന്നെ ഇവന്റെ ഇത് കിട്ടിയിട്ട് ഇവന്റെ അച്ഛനും ഒരു കബഡി കളിക്കുന്ന വള്ളത്തിൽ തന്നെ അല്ല ആദ്യത്തെ മറ്റേ ഇതിന്. അപ്പൊ ഇവന് ഇപ്പൊ സൗദിയിലാണ്. അപ്പൊ അവനൊരു ഇതാണ്. അപ്പൊ അവൻ പിന്നെ ഇവന്റെ മാമന്റെ ഇത് പിന്തുടർന്നിട്ട് അങ്ങനെ പേരിട്ടതാണ്. കബഡി കളിക്കാൻ ഇഷ്ടല്ലേ? നേരെ പറയും. നീ കളിക്കുന്നില്ലേ? മാമനെ പോലെ കളിക്കുന്നില്ലേ കബഡി? ഒരു സമയത്ത് ഇവന് പരിക്ക് വന്നിട്ട് കാലില് മുട്ടിന് ഇഞ്ചുറി ആയിട്ട് കിടന്നിരുന്നു അല്ലെ? ആ സമയത്തൊക്കെ എങ്ങനെയായിരുന്നു അമ്മേ? കുറച്ച് ഇങ്ങനെ നല്ല രണ്ട് മാസം അത്ര 3 മാസമായിട്ട് റെസ്റ്റിലുണ്ടായിനി. പിന്നെ അതിലെല്ലാം കളി നോക്കിക്കൊണ്ടിരിക്കെ പിന്നെ ഒരു ദിവസം എവിടെയും കളി ഉണ്ടായിന്. ഞാൻ അടുക്കളയുടെ ആ ഭാഗം പോയിട്ടാകുമ്പോ ജേഴ്സി എല്ലാം എടുത്തിട്ട് കാണാതെ ബാഗിൽ വെക്കും. കളിക്കാൻ പോകാൻ വേണ്ടിട്ടില്ലേ. നമ്മ പറഞ്ഞു കുറച്ച് റെസ്റ്റ് എടുക്ക്, പോണ്ടാന്ന് പറഞ്ഞു. ഇല്ല പോകുന്നില്ല എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മ ചോദിച്ച പോയില്ലേ ഇരിക്കുന്നു. പിന്നെ രണ്ടാമത് മീത്തല് ഇതിന്റെ മുകളിലേ കൂടിയിട്ട് ബാഗ് താഴേക്ക് ഇട്ടിട്ട് നമ്മ കിട്ടി പറഞ്ഞു നോക്കാൻ പോന്നേന്ന് പറഞ്ഞ താഴെ ഇട്ടിട്ട് ബാഗ് എടുത്തിട്ട് പോയി. പിന്നെ ഈ യൂട്യൂബിൽ നോക്കുമ്പോന്ന് ഇവൻ കളിക്കുന്നത് കാണുന്നത്. അത്ര ഇതുണ്ട് അവന്. കെണിയാതെ എത്ര മാസം പരിക്ക് കഴിഞ്ഞിട്ട്? ഒരു കൊല്ലത്തിനടുത്ത് പരിക്കല്ലേ. ഒരു സീസൺ പോയി. ഇപ്പം ശരിയായി, റെസ്റ്റ് എടുത്ത് ഫിസിയോ ചെയ്തു. പിന്നെ എല്ലാരും പറഞ്ഞോണ്ടായിനോ എന്നെ കളിക്കാൻ കഴിയാന്ന്. ദൈവത്തിച്ചിട്ട് ഇതുവരെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഞാനത് പറഞ്ഞത് സായിയുടെ കംബാക്കിനെ കുറിച്ചിട്ട്, തിരിച്ചു വരാനെ പറ്റി ഞാൻ ഓർമ്മയുണ്ട്. സായി തിരിച്ചു വന്നിട്ട് ഏറ്റവും നല്ലൊരു കളി കളിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു സായിയുടെ തിരിച്ചുവരവ് വിക്ടറി പള്ളത്തിന് ഏറ്റവും നല്ലൊരു കാര്യമാണെന്ന് അല്ലേ സായി? അടിപൊളിയായിട്ട് പിന്നീട് കാരണം ഒരു വർഷത്തേക്കുള്ള അവന്റെ ഗ്യാപ്പ് തിരിച്ചു വന്നിട്ട് സായി തീർന്നു അല്ലേ സായി? അതെന്റെ മനസ്സിലുണ്ടായി. അത് സായി ചെയ്ത് വെച്ചിട്ടുണ്ട്. അമ്മ അച്ഛൻ ശരിക്കും സായി അത് ചെയ്തു വെച്ചിട്ടുണ്ട്. കാരണം വിക്ടറി പള്ളത്തില് ഈ ലാസ്റ്റ് സീസണിൽ ഏറ്റവും നല്ലൊരു ടീമാണ് വിക്ടറി പള്ളം. സായി പിന്നെ ഒരു പരിക്കിന് ശേഷം വന്നിട്ടുള്ള കളിച്ച കളി. പിന്നെ ആരില്ലെങ്കിൽ പള്ളത്തില് വേറെ മറ്റുള്ള കളിക്കാരെന്നല്ല കളിക്കാരുണ്ടല്ലോ, അവരില്ലെങ്കിലും ഇവൻ എത്തിൽ പോകണമെന്ന് മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാല് ബാക്കിയുള്ള പിള്ളേരെയും കൂട്ടിയിട്ടും കൂടി അവിടെ എത്തിയിട്ടുണ്ടാവും. ആദ്യം തോറ്റു പിടിച്ചോ, അത് പ്രശ്നമൊന്നും. പോണെന്ന് വിചാരിച്ചു കഴിഞ്ഞാല് അവിടുത്തെ ആ പിള്ളേര് വലിയ മറ്റവര് വന്നില്ലെങ്കിൽ വന്നില്ല. അത് അവിടെ പോയിട്ട് ഒരു ആദ്യത്തെ കളി തോറ്റാലും പ്രശ്നമില്ല. ചെറിയ ഇത്ര കിലോ ട്രോഫിയും കൊണ്ട് വരും ചെറുതായിട്ട്. അപ്പോഴേ ഇല്ലേ പിന്നെ ഫുട്ബോള് ക്രിക്കറ്റ് ഇതെല്ലാം കളിക്കും. അധികം ഭ്രാന്തിനോടന്നെ. സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ കളിക്കാൻ കഴിഞ്ഞല്ലോ, എല്ലാം ശരിയായില്ലോ എന്നില്ല ഒരു തോന്നിട്ടുണ്ടായിരുന്നു. ഈ ലൈവില് ഫുൾ ടൈം അച്ഛൻ പിന്നീട് കളി കണ്ടിട്ടാകുമ്പോൾ സന്തോഷം. കളി അങ്ങനെയല്ല, കളി ഇപ്പൊ ഇവൻ കളിക്കുന്നില്ലെങ്കിലും ഞാൻ എന്ന് പറഞ്ഞാല് സ്കൂളിലുണ്ടാകുമ്പോ സ്കൂളിൽ കബഡി കളിച്ചിട്ടുണ്ടായിരുന്നു. സ്കൂൾ ടീമിന് വേണ്ടിട്ട് 7ാം ക്ലാസ് ഇങ്ങനെ ഇതെല്ലാം ഉണ്ടാകുമ്പോൾ കളിച്ചു. പിന്നെ ക്ലബിന് 2-3 അങ്ങനത്തെ എന്തോ കളിയാ കളിച്ചിട്ടുള്ളൂ. കുറെ എത്രയോ വർഷം മുമ്പ്, 40-45 വർഷം മുമ്പ് കബഡി കളിക്കുമ്പോ പരിക്കുക. അത് പിന്നെ അന്ന് നമ്മളെ മുട്ടിന്റെ ചട്ടയാല് 2 ദിവസം കൊണ്ട് ശരിയാവുമായിരുന്നു. ഇന്ന് മറ്റേ ഇതാകുമ്പോ മാറ്റിലായത് കൊണ്ട് കുറച്ച് പാടുണ്ട്. പരിക്ക് പറ്റിയാല് ഇവന്ന് മാത്രമല്ല ഏതൊരു കളിക്കാരനും പരിക്ക് പറ്റിയ കുറച്ച് വിഷമം തന്നെ. അത് രണ്ടാമത് ഇതാകാൻ പണ്ട് അങ്ങനെയല്ലല്ലോ, നിങ്ങൾ അറിയുന്ന കാര്യമല്ല. ചിരട്ട കുറച്ച് പൊട്ടിയാല് എന്തെങ്കിലും പറ്റിയാല് അത് പിറ്റേന്നായിട്ട് ഉണങ്ങി നേരായി പറ്റാളന്നിട്ട് പോയി. പിന്നെ തറവാട്ടില് ഇവൻ ചെറുപ്പത്തില് നമ്മൾ തറവാട്ടിലെ എൻ്റെ തറവാട് കുണ്ടിൽ തറവാട് വന്നിട്ട് അവിടുന്ന് കുറെ അവിടെ തന്നെ ഉണ്ടായിരുന്നു നമ്മള്. അപ്പൊ അവിടുന്ന് എന്താ കളിച്ച് വളർന്നത്. സ്കൂളും ഒരു ബേസ് ആണല്ലോ. പിന്നെ മുൻകൈ എല്ലാം എടുത്തത് ഇവനെ കൊണ്ടുപോകാനും എല്ലാതാക്കിയത് അസ്കറാണ്. അസ്കർ എവിടുത്തെ ആളാ?
പുതുമയിൽ തന്നെയുണ്ട്. എനിക്ക് അസ്കറിനെ ഇപ്പൊ ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. പിന്നെ അല്ല ഉറപ്പായിട്ടും ഈ സമയത്ത് അസ്കറിനെ ഓർത്തു വരും ഇവിടെ വീട്ടിൽ വേറെ ഇവിടെ എപ്പോഴെങ്കിലും വരും. അപ്പം പരിക്കുണ്ടാകുമ്പോ തന്നെ കുറെ ആഴ്ചക്ക് 2 പ്രാവശ്യം കൂടി വരായിരിക്കില്ല. ഓക്കെ ഓക്കെ. അസ്കർ അപ്പൊ ഏറ്റവും നല്ല ഈ സായിയുടെ അല്ലെ, സായിയുടെ ഒരു പിന്നെ ഒരാള് എന്നല്ല പല ആളുണ്ട്. അതെ അതെ അതെ, പല ആളുകളുണ്ട്. പക്ഷെ എന്നാലും അസ്കർ ആ സമയത്ത് തുടക്കം മുതല് അസ്കർ മുൻകൈ എടുത്തത് അവനാണ് എല്ലാറ്റിനും. അപ്പൊ ഇതാണ് സായിയുടെ ചേച്ചി ചാന്ദിനി അല്ലെ. അപ്പൊ എന്താണ് സായിയെ പറ്റി അഭിപ്രായം? നല്ല ഗുഡ് പോയിന്റ്സ് പറയാൻ പറഞ്ഞാൽ എന്ത് പറയും? അതെ അതെ അതെ, കോർട്ടിലായാലും ആ സായി പാവാണ്. എപ്പോഴൊരു എല്ലാരോടും ചിരിച്ചു മാത്രം ഉണ്ടായുള്ള ഒരു പ്ലെയർ ആണ് സായി. പക്ഷെ വീട്ടിൽ ഭയങ്കര കുരുത്തക്കെട്ടാണ്. അടികൂടോ? പണ്ട് അടികൂടോ? ഇപ്പോഴും അതെ അല്ലേ? ഒരു രസമാണ് അല്ലെ, പെങ്ങന്മാരുടെ അടികൂടുന്ന രസമാണ് നല്ലടാ സായി. പിന്നെ ആവശ്യത്തിന് അതെയാ, അല്ലെങ്കിൽ എന്താ ചാന്തോ എന്താ വിളിക്കുക? ബഹുമാനം കുറച്ച് കുറവുണ്ട് അല്ലേ? എന്റെ പുറകിൽ കാണുന്ന ഈ ട്രോഫികൾ പറയും സായി ബെസ്റ്റ് ഓൾറൗണ്ടർ, ബെസ്റ്റ് ക്യാച്ചർ, ടൂർണമെന്റ് ഹീറോ, പല പദവികളും അലങ്കരിച്ചിട്ടുള്ള ഏറ്റവും കരുത്തനായ കാസർഗോഡൻ കബഡിയുടെ തനിമയാർന്ന പോരാട്ടം കാഴ്ചവെക്കുന്ന പോരാളിയാണ് സായി പള്ളം. സായി, എനിക്ക് ഈ കളി ഇപ്പോഴും ഓർമ്മയുണ്ട് സായി. അയ്യപ്പ കൃപ വീരമാരുതി വ്യായാമശാലയിലത്തെ കളി, മഞ്ചേശ്വരം ഒസങ്കടിയിലുണ്ടായ കളി. അതായത് ആ കളിയിൽ പിന്നെ ഫൈനലിലേക്ക് എത്തിയത് നമ്മളെ കേരളത്തിലെ കാസർഗോഡ് ടീമിലെ നമ്മളെ പിള്ളേരടങ്ങുന്ന ടീമും, ഒപ്പം ഓപ്പോസിഷൻ ഉണ്ടായത് ഏറ്റവും വലിയ താരങ്ങൾ, എല്ലാം പ്രോ പ്ലേയേഴ്സും നാഷണൽ പല മത്സരങ്ങളിലും കളിച്ച ഏറ്റവും പ്രഗത്ഭന്മാരാകുന്ന താരങ്ങൾ. അവിടെ ഫസ്റ്റ് അടിച്ചത് സായി അടങ്ങുന്ന ടീമാണ്. അതിൽ ബെസ്റ്റ് ക്യാച്ചർ ആയിരുന്നു. അവന്റെ പെർഫോമൻസ് ഞാൻ ലൈവായിട്ട് കമന്ററി പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നു. കിട്ടിലും കളി കളിച്ചിട്ട് വിജയം കൈവരിച്ച ആ ട്രോഫി, അതുപോലത്തെ പല ട്രോഫികൾ, ബെസ്റ്റ് ഓൾറൗണ്ടർ, ബെസ്റ്റ് ക്യാച്ചർ, ടൂർണമെന്റ് ഹീറോ. സായി എന്ന് പറഞ്ഞെങ്കിൽ കോർണറുമാണ്, റൈഡറാണ്, ഓൾറൗണ്ടറാണ്. അപ്പൊ അതിൽ അമ്മക്കച്ഛന് ഏതാ ഇഷ്ടം? റൈഡ് പോയിട്ട് പോയിന്റ് കൊണ്ടുവരുന്നതാണോ അല്ല വരുന്ന താരത്തെ പിടിച്ചെടുക്കുന്നതാണോ? അതാണ് ഏറ്റവും ജോറല്ലേ? പക്ഷെ അതല്ല, നമ്മൾ എന്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ നമുക്ക് ടീമിന് എന്താണോ വേണ്ട ആ ടൈമിന്, ക്യാച്ചർ ആണെങ്കിൽ ക്യാച്ചിങ്, റൈഡിങ്, നമുക്ക് ആ ടീമിന് ആ ടൈമിന് എന്താണോ ആവശ്യം അത് ചെയ്യുമ്പോൾ കിട്ടുന്ന പോയിന്റിനാണല്ലോ വില. ഉറപ്പായിട്ടും. റൈഡ് ആണെങ്കിൽ റൈഡ്, അന്നേരം റൈഡിനാണെങ്കിൽ പോയിന്റ് വേണം. പിന്നെ റൈഡിന് രണ്ടും ഇഷ്ടമാണ്, റൈഡർ ആയാലും ക്യാച്ചർ ആയാലും ഇഷ്ടമാണ്. കാസർഗോഡില് ചില പ്ലേയേഴ്സ് മാത്രമേ ഇതുപോലെ ഓൾറൗണ്ടർ ഉള്ളൂ. സായി അതില് വിക്ടറി ബലത്തിന് ഏറ്റവും നല്ല താരമാണ് സായി. അപ്പോൾ എൻ്റെ ഈ വീഡിയോയുടെ ഭാഗമായതിന് സന്തോഷം അറിയിക്കുകയാണ്. നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. നമുക്ക് സായി വേറെ ലെവലിലേക്ക് എത്താം, നമുക്ക് പിന്നെയും വരാം അല്ലേ അമ്മ? അപ്പോൾ തൽക്കാലം ഇന്നത്തേക്ക് നമുക്ക് വിട പറയാം. അതിനു മുൻപ് ഇവർക്കുള്ള ഒരു സ്നേഹ സമ്മാനമുണ്ട്. എന്റെ എങ്ങനെയുണ്ട്? ഇത് നമ്മൾ ഖത്തറിൽ എയർപോർട്ടിൽ നിന്ന് എടുത്ത് സായി, എന്നിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ചെയ്ത് കുറെ ആൾക്കാർ ലൈക്ക് അടിച്ചിട്ട് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ബ്രാൻഡ് സ്പോർട്സ് ആണ്. അപ്പൊ അവര് ഏഷ്യ ഫിബ കപ്പിലെല്ലാം ട്രോഫി നൽകുന്ന ആൾക്കാരായിട്ട് വളർന്നിട്ടുണ്ട്. അപ്പോൾ ബ്രാൻഡ് സ്പോർട്സിനുള്ള നന്ദി ഈ സമയം ഞാൻ അറിയിക്കുകയാണ്. സോ താങ്ക് യു. എല്ലാവിധ ഭാവങ്ങളും സ്നേഹവും അറിയിക്കാം. ഓക്കെ, അപ്പം താൽക്കാലികമായിട്ട് നമുക്ക് വിട പറയാം. കാസർഗോഡൻ കബഡിയിൽ എന്നും തിളങ്ങി നിൽക്കുന്ന വിക്ടറി പള്ളത്തിന് നിരവധി വിക്ടറികൾ സമ്മാനിച്ച കായിക കളിക്കളരിയിലെ കാട്ടുപുലി, വന്നു നിന്നാൽ ഏതവനെയും പിടിച്ചെടുക്കാൻ കെൽപ്പുള്ള കോർണർ മികവ്, അതുമല്ലെങ്കിൽ എതിർ കോർട്ടിൽ ചെന്നാൽ ഏറ്റവും സുന്ദരമാകുന്ന നിമിഷങ്ങൾ സമ്മാനിച്ച ഏറ്റവും മികച്ച റൈഡിൽ പടവെട്ടി പിന്നീട് വിജയം കൊയ്യുന്ന കായിക കരുത്തൻ, കാസർഗോഡൻ കബഡിയിൽ കസറ് നിൽക്കുന്ന സായി പള്ളത്തിന്റെ കുടുംബത്തിന്റെ വിശേഷം ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു.